ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയരും നിയമജ്ഞരും യേശുനാഥൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് ഒരടയാളം കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ യേശുനാഥനാകട്ടെ അവരുടെ ആഗ്രഹത്തിൻ്റെ പിന്നിലെ ചേതോവികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശകാരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നൽകപ്പെടാൻ പോകുന്ന അടയാളം ഒന്നെങ്കിൽ യോനായുടെ അടയാളമായിരിക്കും. കാരണം യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും 3-ാം നാൾ ഉയർക്കും. യേശുനാഥൻ്റെ ഉയർപ്പിനെ കുറിച്ച് അവരോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നിയമജ്ഞരും പരിസേയരും യേശുനാഥൻ്റെ അടുക്കൽ വന്ന് ഒരടയാളം ചോദിക്കുമ്പോൾ യേശുനാഥൻ അവരെ ശകാരിക്കുന്നത്? നമ്മളിന്ന് ധ്യാനിക്കേണ്ടതും ആ ചിന്തയെ പറ്റിയാണ്. കാരണം യേശുനാഥൻ ആരും ആവശ്യപ്പെടാതെ തന്നെ ഒത്തിരി അധികം അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കണ്ടവരും കേട്ടവരുമാണ് ഈ നിയമജ്ഞരും പരിസേയരും. ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിയമജ്ഞരെന്ന് പറയുന്നവർ തന്നെ ഈ പഴയ നിയമത്തിലെ വചനത്തിൽ അഗ്രാഹ്യമായ പാണ്ഡിത്യമുള്ളവരാണ്. പരിസേയരും ഇതുപോലെ തന്നെ നിയമത്തിൽ പാണ്ഡിത്യമുള്ളവരും അവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നവരുമാണ്. അപ്പം ഇവർക്കൊക്കെ വ്യക്തമായ അറിവുണ്ട് മിശിഹായെക്കുറിച്ചും മിശിഹ വന്നു കഴിയുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ. ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ യേശുനാഥൻ ചെയ്യുന്ന അത്ഭുതങ്ങളെ വ്യാഖ്യാനിച്ചാൽ ഇവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യേശുനാഥനാണ് മിശിഹയെന്ന്. പക്ഷേ അവരാരും മിശിഹായെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം യേശുനാഥന് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർക്കിടയിൽ ഒത്തിരിയധികം സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാധീനമാകട്ടെ ഈ മനുഷ്യർക്കുണ്ടായിരുന്ന സ്വാധീനത്തെ കവച്ചു വെക്കുന്നതായിരുന്നു. അപ്പം അതിലുള്ള അസൂയയാണ് അവർക്ക് യേശുനാഥനെതിരെ അവർ തിരിയാനുള്ള കാരണം. തങ്ങളുടെ കൂടെയുള്ള ജനം യേശുനാഥൻ്റെ കൂടെ പോകുന്നത് ഇവർക്ക് കണ്ടിട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ യേശുനാഥൻ്റെ അടുക്കിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോഴെന്തിനാണ് ഇവർ ഈ അടയാളം ചോദിക്കുന്നത്? അടയാളം ചോദിക്കുന്നത് യേശുനാഥനിൽ വിശ്വസിക്കാനല്ല. കാരണം ഇവർക്ക് വിശ്വസിക്കാനാണെങ്കിൽ ഒത്തിരി അധികം അടയാളങ്ങൾ യേശുനാഥൻ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇവർ ഈ അടയാളം അന്വേഷിക്കുന്നത് യേശുനാഥനെ കൊടുക്കാനാണ്. അതുകൊണ്ട് യേശുനാഥൻ പറയുന്നത്, അടയാളങ്ങൾ അന്വേഷിക്കാതെ അറിവും ജ്ഞാനവും അന്വേഷിച്ചു പോയ മനുഷ്യരെ അവിടെ യേശുനാഥൻ ഉദാഹരണമായി പറഞ്ഞു വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് യോനയുടെ കാലത്ത് നിനവെ നിവാസികൾ ദൈവവചനം ശ്രവിച്ച് അവർ ആ വലിയ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ നിങ്ങളും യേശുനാഥനെ ശ്രവിച്ചുകൊണ്ട് വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടവരാണ്. പക്ഷേ അവരതിന് തയ്യാറായിരുന്നില്ല. അപ്പം കണ്ടിട്ടും ആ കാഴ്ചയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയ മനുഷ്യരാണ്. ക്രിസ്തു എപ്പോഴും അത് വചനത്തിൽ ആവർത്തിക്കാറുണ്ട്, കണ്ണുണ്ടായിട്ടും കാണാത്തവരെന്ന്. അപ്പം ഇതും നമ്മുടെ ജീവിതത്തിലും യേശുനാഥൻ ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ചില അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും അത് കാണാതെ പോകുന്ന മനുഷ്യരാണ്. കാരണം നമ്മുടെ കാഴ്ച മറ്റു പലതിലുമാണ്. ക്രിസ്തുവിനെ കാണാനോ അവൻ ആഗ്രഹിക്കുന്നത് കാണാനോ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതാണ്, എൻ്റെ കണ്ണുകൾ തുറക്കാൻ. അവൻ എൻ്റെ ജീവിതത്തിന് ചുറ്റും ചെയ്യുന്ന ഒത്തിരി അധികം അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അതിലൂടെ അവൻ്റെ സ്നേഹം മനസ്സിലാക്കാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.